അസ്മാഉൽ ഹുസ്നയൊക്കെ മനപ്പാടാക്കണം. 11 പ്രാവശ്യം സുബഹിക്ക് ശേഷം ചൊല്ലണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് കാണാതെ പഠിച്ചിട്ട് സുബഹി നിസ്കരിച്ചിട്ട് 11 പ്രാവശ്യം. അറിയാത്തവർ നാളെ മുതൽ അങ്ങനെ ഏട് വെച്ചിട്ട് ചൊല്ലിക്കും. അസ്മാഉൽ ഹുസ്ന ഏട് കിട്ടുമല്ലോ, അതിൻ്റെ തന്നെ ഏടുണ്ട്. അത് മാത്രമല്ല, അല്ലാതെ നമ്മുടെ അദ്കാർ മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. അസ്മാഉൽ ഹുസ്ന 11 പ്രാവശ്യം നിത്യമാക്കി ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നിട്ട് ദുആ നോക്കി എല്ലാ കാര്യങ്ങളും സലാമത്താവും, എല്ലാ കാര്യങ്ങളും നടക്കും. സാധേ എൻ്റെ അത് നടന്നില്ല, ഇത് നടന്നില്ല. എന്തുകൊണ്ടാണ്? നീ ദാക്കിറാകണം, നീ ഷാക്കിറാകണം, അള്ളാഹുവിന് നന്ദിയുള്ളവനാകണം, നന്ദി പ്രകാശിപ്പിക്കണം. എങ്ങനെ? നിന്റെ നാവിലൂടെ, ദിക്റിലൂടെ, നമസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, സകാത്തിലൂടെ, പാവങ്ങളെ സഹായിക്കലിലൂടെ, അള്ളാഹ് എന്ന ചിന്ത ഹൃദയത്തിൽ വെക്കലിലൂടെ, അള്ളാഹ് എന്ന ദിക്ർ നാവ് കൊണ്ട് ചെല്ലലിലൂടെ. അങ്ങനെയാണ് നീ നന്നാവുക. നാവ് കൊണ്ട് കുറേ പണിയുണ്ട്, കുറച്ച് എടുക്കാനുണ്ട് ദിക്ർ. അപ്പം അത് ഹൃദയം തെളിയും, അത് മുഖത്ത് പ്രകാശിക്കും, മുഖത്തതിൻ്റെ സ്ഫുരണങ്ങൾ കാണും. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നമ്മുടെ മഹത്തുക്കൾ, പൊക്കത്തിൽ ബാബു മുസ്ലിയാരാകട്ടെ, നമുക്ക് മുമ്പ് നടങ്ങി നീങ്ങിയ മഹത്തുക്കൾ, നാരിദർ ഉസ്താദ്, നമുക്കൊക്കെ പരിചിതമാണ്. ഇവരൊക്കെ നമുക്ക് പരിചിതമാണ്. നമ്മുടെ ചുറ്റുപാട് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം എത്രയോ ഔലിയാക്കൾ, മഹത്തുക്കൾ അടങ്ങിയ മണ്ണാണ്. ഇവരൊക്കെ ദീനി ദഅവത്തുമായി നമ്മളിലേക്ക് കടന്നു വന്ന നല്ല അറിവുള്ള, തികഞ്ഞ ജ്ഞാനമുള്ള, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ മഹത്തുക്കളാണ്. അവരെ പിൻപറ്റി നമ്മൾ ജീവിക്കുക. കള്ള സൂഫിയാക്കൾ, കള്ള ഔലിയാക്കൾ, ശൈഖന്മാർ, ജിന്നമ്മമാർ, അവിടെ ഇവിടെ നമ്മളെ പരിപാടിക്ക് പോകണ്ട. അവരുടെ പിറകെ ഒന്നും നീ നിന്റെ പൈസ കളയണ്ട. ആത്മീയ ചൂഷകരാണവർ, നിന്റെ സമ്പത്ത് മോഹിക്കുന്നവരാണ്. കുടുംബത്തിൽ നീ ഉണ്ടാക്കിയെടുത്ത സർവ്വ അഭിമാനവും ഇല്ലാതാകും. നിന്റെ മക്കളെ കൊണ്ടുപോയി അവർ നശിപ്പിക്കപ്പെടും. നിന്റെ കുടുംബത്തെ അനാഥമാക്കപ്പെടും. നിന്റെ സാമ്പത്തികം മുഴുവനും, അതിൻ്റെ അടിത്തറ മുഴുവനും ഇളക്കിക്കളയും. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ പരിപൂർണമായി ഒഴിവാക്കി ജാഗരൂകരാകുക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥമാകുന്ന വക്താക്കളായി നമ്മൾ നിലകൊള്ളുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റെടുത്ത് വരും. പുരുഷന്മാരൊക്കെ, ദൂരെ നിൽക്കുന്നവരൊക്കെ എല്ലാവരും എഴുന്നേറ്റ് വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും വരും ഇൻഷാ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നസീബാക്കുമാറാവട്ടെ. നീ 5 വഖത്ത് നമസ്കാരം ആദ്യം ചിട്ടവെക്ക്. അതിന് മുമ്പ് ശേഷമുള്ള റവാത്തിബുകൾ നീ ചിട്ടവെക്ക്. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച എത്രയോ ദിക്റുകൾ ഇവിടെയുണ്ട്. ആരാ ഇവിടെ എടുക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നവരാര്? സ്വലാത്തുകൾ അധികരിപ്പിക്കുന്നതാര്? ലാ ഹൗല അധികരിപ്പിക്കുന്നവര്? യാ ഹയ്യു യാ ഖയ്യൂം ചെല്ലുന്നവരാര്? അസ്മാഉൽ ഹുസ്ന ചെല്ലുന്നവരാര്? ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദഊഹു ബിഹാ. അല്ലാഹുവിന് മഹത്തായ നാമങ്ങളുണ്ട് സാബ. ആ നാമങ്ങൾ വെച്ചുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ വിളിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇന്നലില്ലാഹി ഇസ്മു മിആ ഇല്ലാ വാഹിദ. അല്ലാഹുവിന് മഹത്തായ 99 നാമങ്ങളുണ്ട്. ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആ 99 നാമങ്ങൾ മനപ്പാഠമാക്കിക്കൊണ്ട് റബ്ബിനെ വിളിക്കുന്നവരുണ്ടോ, സ്വർഗമാണ്, സ്വർഗമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം. 99 നാമങ്ങൾ പഠിക്ക്. പൂജോപ്പായിട്ട് വീട്ടിയിരിക്കാതെ യാ അല്ലാഹ് നീ ഇതൊക്കെ എടുത്ത് ഓതു. യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ അസീസ് യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ ഖാലിഖ് യാ ബാരി യാ മുസവ്വിർ യാ ഗഫാർ യാ ഖഹാർ യാ വഹാബ് യാ റസാഖ് യാ ഫത്താഹ് യാ അലീം യാ ഖാബിദ് യാ ബാസിത് യാ ഖാഫിദ് യാ മറാഫിഉ യാ മുഇസ് യാ മുദിൽ തുടങ്ങുന്ന 99 നാമങ്ങൾ അവിടെ ചൊല്ലിയിട്ട് ദുആയിരുന്നു നോക്കിക്കേ. അപ്പം കിട്ടും. അല്ലാഹ് വിളിക്കല്ലേ, നീ എന്തിനാ മടിക്കുന്നത്? ശരിക്കും ദുആയിരുന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതിൻ്റെ സംഘാടക സമിതി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആത്മീയമാകുന്ന ഒരു സദസ്സാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് എല്ലാവരും പരിപൂർണമായി പങ്കെടുത്തെന്നുള്ള ഈ സദസ്സിൻ്റെ ഏറ്റവും വലിയ വിജയം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തുടക്കം മുതൽ ഒടുക്കം വരെ വന്ന ഒറ്റ വ്യക്തിയും പോകാതെ നിലകൊണ്ടു എന്നുള്ളതാണ്. സാധാരണ നമ്മളൊരു സദസ്സിൽ പോകുമ്പോൾ എല്ലാവരും ഒന്ന് ഇളവും, അവിടെ നിന്ന് പോയി വിടുന്നു. ഇതങ്ങനെയല്ല, എല്ലാവരും ഇരുന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അള്ളാഹു അത് കബൂലാക്കട്ടെ. നാളെ മറ്റന്നാളും ഇതേപോലെ തുടർച്ചയായിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും വരിക. ഇൽമിൻ്റെ സദസ്സിൽ പരിപൂർണമായി പങ്കാളികളാകുക. നമുക്ക് കിട്ടുന്നൊരു ചാൻസാണ്. നമ്മൾ ഇൽമ പരമാവധി നേടിയെടുക്കുക. കുറഞ്ഞ ആയുസ് നമുക്കുള്ളൂ, 60-70 വയസ്സാണ്. ഇപ്പം തന്നെ 40-50 വയസ്സായി. ഇനി ആ ഇൽമ നേടിയെടുത്തിട്ട് എപ്പോഴാണ് അമൽ ചെയ്യുക? അമൽ ചെയ്യാനുള്ള ആയുസ് ഇനി എപ്പോഴാണ്? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇൽമുകൾ കിട്ടുന്നത് സംശീകരിക്കുക, അറിവ് നേടുക. യൂട്യൂബിലും അല്ലാതെയൊക്കെ എത്രയോ പ്രഭാഷണങ്ങളുണ്ട്. പേരടിച്ചാൽ തന്നെ ഇഷ്ടം പോലെ, ഏത് ഉസ്താദുമാരുടെയും പേരടിച്ചാൽ പ്രഭാഷണങ്ങൾ വരിക. ഇഷ്ടം പോലെ കേൾക്കുക, അറിവ് ഒരുപാട് സമ്പാദിക്കുക.
മോശപ്പെട്ട ഫിലിമുകളൊക്കെ അങ്ങ് ഉപേക്ഷിക്കുക, നിന്റെ മൊബൈലിൽ നിന്നങ്ങ് ഉപേക്ഷിക്കുക. അപ്പം നിന്റെ ഹൃദയത്തിൽ നന്നാവും. ഖുർആൻ കേൾക്കുക. രാത്രി ഉറങ്ങാൻ നേരത്തെ പാട്ട്, സിനിമാ പാട്ട് കേൾക്കുന്നതൊക്കെ ഒഴിവാക്കുക. എല്ലാ ചെറുപ്പക്കാരുടെയും കാതിൽ ഇത് തന്നെ. മണഞ്ചേരി നിങ്ങൾ നോക്ക്, ബസ്സിൽ കയറിയിരുന്ന് നോക്ക്, ചേർത്തല നിങ്ങൾ ചെന്ന് നോക്ക്, ട്രെയിനിൽ കയറി നോക്ക്, ആലപ്പുഴയിൽ നിന്ന് ട്രെയിനിൽ കയറുന്ന സ്ത്രീകളുടെ കാതിലേക്കൊന്ന് നോക്ക്, ദൂരെ നിന്ന് സഞ്ചരിക്കുന്നവരുടെ കാതിലേക്ക് എല്ലാം ഹെഡ്സെറ്റാണ്. ഇപ്പം എയർപോർട്ട്സ് ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് കാതിലുള്ളതുപോലും അറിയുന്നില്ല. അശ്ലീലമാക്കപ്പെട്ട പാട്ട് കേട്ട്, സിനിമകൾ കേട്ട് ഇങ്ങനെ രാത്രിയിൽ ഉറങ്ങാൻ സഞ്ചരിക്കുകയാണ് മനുഷ്യൻ. ഉറക്കത്തിലും അല്ലാത്തുമ്പോഴും എപ്പോഴും കാതിൽ അശ്ലീലതയാണ്. പിന്നെങ്ങനെ ഹൃദയം തെളിയും? പിന്നെങ്ങനെ തെളിയും? നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹുവേ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. പരിശുദ്ധമായ ഖുർആൻ കേൾക്കണേ, കേൾക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽ വദ്ദുനിയാ വഅൻതാലിൽ ഖുർആനി ബൽ വല്ലാഖിറ ബൽ വല്ലാഖിറ. പരിശുദ്ധമായ ഖുർആൻ കേൾക്കണേ, കേൾക്കണേ. ഖുർആൻ കേൾക്കലിലൂടെ നിന്റെ സർവ്വ ബലാ മുസീബത്തുകൾ അല്ലാഹു നീക്കുകയാണ്. യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽ വദ്ദുനിയാ. ഭൗതിക ലോകത്ത് നിനക്ക് അല്ലാഹു ഏകിയിരിക്കുന്ന സർവ്വ ബലാ മുസീബത്തുകൾ അല്ലാഹു എടുത്തു കളയുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഖുർആൻ കേൾക്കലിലൂടെ, ഖുർആൻ ശ്രവിക്കലിലൂടെ നിന്റെ ജീവിതത്തിൽ നിനക്ക് പടച്ച റബ്ബ് ഏകിയിരുന്ന എന്തൊക്കെ അദാബുകളുണ്ടോ, എന്തൊക്കെ ആക്സിഡന്റുകൾ, ബുദ്ധിമുട്ടുകളുണ്ടോ, അതെല്ലാത്തിനെ തൊട്ടും അല്ലാഹു നീക്കുകയാണ്. വഅൻതാലിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരെ, ഓതുന്നവരെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലെ ബലാ മുസീബത്തുകൾ നീക്കിക്കളയുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ മാത്രമല്ല നിനക്ക് രക്ഷ, ഖബറിൽ നിനക്ക് രക്ഷയാണ്, മഹ്ശറിൽ നിനക്ക് രക്ഷയാണ്. വലത് കൈയിൽ എഴുതി നൽകപ്പെടുകയാണ്, സിറാത്ത് പാലത്തിലൂടെ വേഗം നടത്തപ്പെടുകയാണ്. പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് അല്ലാഹു നിന്നെ കടത്തുകയാണ്. അമ്പിയാക്കളോടൊപ്പം, ഔലിയാക്കളോടൊപ്പം, മഹത്തുക്കളോടൊപ്പം സ്വർഗത്തിൽ വസിക്കാൻ നീ കാരണമായി തീരുകയാ പരിശുദ്ധമായ ഖുർആനിൽ ഓതലൂടെ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി.